മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 49-ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. ആദ്യത്തെ ശ്ലോകം: ഭവത് പ്രഭാവാ വിദുരാഹി ഗോപാസ്തരുപ്രപാതാദികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിചങ്ക്യ പ്രയാതുമന്യത്ര മനോ വിധേനുഃ. നളകൂപര മണിഗ്രീവന്മാർക്ക് മോക്ഷം നൽകാനായിട്ട് ഭഗവാൻ ഒരലും വലിച്ചും കൊണ്ട് അവിടെ ചെന്നതും ഒക്കെ ആയിട്ടുള്ള കഥയാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത്. ഇനി അതിനുശേഷം ആ ഒരു ഘട്ടം, ഉണ്ണികൃഷ്ണൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടം കൂടെ അവസാനിച്ച് മറ്റൊരു ഘട്ടത്തിലേക്ക് ചെല്ലുകയാണ്. നന്ന ചെറിയ കുട്ടി എന്നുള്ള നില കഴിഞ്ഞിട്ട് അമ്പാടിയിലുള്ളതായിട്ടുള്ള ആ വാസം, അമ്പാടിയിലുള്ളതായിട്ടുള്ള ജീവിതം അത് അവസാനിച്ചിട്ട് ഇനി വൃന്ദാവനത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആ ഭാഗമാണ് ഇവിടെ പറയണത്. ഭവത് പ്രഭാവാവിദുരാഹി ഗോപാഹ, ഗോപന്മാർ. ഭവൽ പ്രഭാവ അവിദുരാഹ, അങ്ങയുടെ പ്രഭാവം അറിയാത്തവർ, അങ്ങയുടെ ശക്തി ഭഗവാൻ തന്നെയാണ് ഇത്, അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും വരില്ല, എത്ര അപകടം ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ചോളും, അവിടെയൊക്കെ ഭഗവാന് രക്ഷയുണ്ട്, ഉണ്ണികൃഷ്ണന് രക്ഷയുണ്ട് എന്നുള്ളത് അറിയില്ല. ഗോപന്മാർക്കൊന്നും ആ വിവരമൊന്നും അറിയില്ല. നന്ദഗോപരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കേമനാണ് എന്നൊക്കെ, എന്നല്ലാതെ കണ്ട് നന്ദഗോപരക്കും ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ തൻ്റെ ഗൃഹത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല. അപ്പം അങ്ങനെ ഭവൽ പ്രഭാവ അവിദുരാഹ, അങ്ങയുടെ പ്രഭാവം, ശക്തി, അതിനെക്കുറിച്ച് അറിയാത്തതായ ഗോപന്മാർ തരുപ്രപാതാധികം അത്ര ഗോഷ്ഠേ, അത്ര ഗോഷ്ഠേ, ഈ ഗോഷ്ഠത്തിൽ, ഗോഷ്ഠം അമ്പാടി, ഈ ഗോഷ്ഠത്തിൽ പശുക്കളെ ഇതായിട്ട് ഇടയന്മാർ താമസിക്കുന്നതായിട്ടുള്ള സ്ഥലം, അതിനാണ് ഗോഷ്ഠം എന്ന് പറയുന്നത്. അത്ര ഗോഷ്ഠേ, ഇവിടെ ഈ അമ്പാടിയിൽ തരുപ്രപാതാധികം, തരുപ്രപാതം മുതലായിട്ടുള്ള മരം വീഴ ഒരു കാരണം ഉണ്ടായിട്ടില്ല. വെറുതെ ഈ കുട്ടി അതിൻ്റെ ഇടയിലൊന്ന് പോയി എന്ന് വെച്ചാൽ ഒരു മരം അങ്ങോട്ട് വീഴാൻ പാടുമോ? അങ്ങനെ ഏതായാലും പല ദുർനിമിത്തങ്ങളുമായി കാണുന്നു. തരുപ്രപാതാധികം, തരുപ്രപാതം തുടങ്ങിയതായ, മരം വീഴ്ച തുടങ്ങിയതായ, അഹേതും ഉൽപാദഗണങ്ങൾ, കുറേ ദുശഗുണങ്ങൾ എന്ന് പറഞ്ഞ ദുർനിമിത്തങ്ങൾ, ഉൽപാദങ്ങളുടെ കൂട്ടം തന്നെ, അതായത് ദുർനിമിത്തങ്ങളുടെ സമൂഹം വളരെയധികം, പല ദുർനിമിത്തങ്ങൾ അങ്ങനെ കാണാനുണ്ട്. എങ്ങനെ? തരുപ്രപാതാധികം, മരം വീഴ തുടങ്ങിയതായിട്ടുള്ള ദുർനിമിത്തങ്ങൾ, അഹേതും, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു കുട്ടി അതിലേക്ക് കടന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി വലിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം അങ്ങോട്ട് വീഴാൻ പാടുമോ? അപ്പം അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ദുർനിമിത്തങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. അഹേതുകമായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ കണ്ട്. നേരത്തെ ഇതിൻ്റെ വണ്ടി ഉണ്ണികൃഷ്ണൻ്റെ മേലിക്ക് വീണു. അപ്പം അങ്ങനെ ആ വണ്ടിയുടെ പൊടിയും കൂടിയും കാണാണ്ട് അങ്ങനെ ഈ ഒരു പൂതന എന്നുള്ളതായിട്ടുള്ള ഒരു രാക്ഷസി അവിടെ വന്നു. ആ രാക്ഷസിയുടെ മറത്ത് കയറിയിട്ട് ഉണ്ണികൃഷ്ണൻ കളിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള ദുർനിമിത്തങ്ങൾ അനവധി കാണാനുണ്ട് ഗോകുലത്തെ ഈ അമ്പാടിയിൽ. അപ്പം അങ്ങനെ അഹേതും ഉത്പാദഗണം വിശങ്ക്യ, അതൊക്കെ എന്തൊക്കെയോ ദുർനിമിത്തങ്ങളാണ് എന്ന് കരുതിയിട്ട് അന്യത്ര പ്രയാതും, വേറെ എവിടേക്കെങ്കിലും പോവാം. ഇവിടെ ഈ അമ്പാടിയിൽ അങ്ങോട്ട് പല ദുർനിമിത്തങ്ങളുമായി കാണുന്നു. ഇവിടെ കുട്ടികൾക്ക് രക്ഷയില്ല എന്ന് തോന്നുന്നു. ഉണ്ണികൃഷ്ണനെ പ്രത്യേകിച്ചും പല അപകടങ്ങളുമായി കാണുന്നു. അപ്പം അതുകൊണ്ട് അന്യത്ര പ്രയാതും, വേറെ എവിടേക്കെങ്കിലും പോവാനായിട്ട് മനോവിധേനുഹു, മനസ്സിനെ ചെയ്തു, തീർച്ചയാക്കി, വേറെ എവിടേക്കെങ്കിലും പോവാം എന്ന് തീർച്ചയാക്കി. ഇവിടെ അമ്പാടിയിൽ അനവധി ദുർനിമിത്തങ്ങൾ കാണാനുണ്ട്. എന്തൊക്കെയാണ് ഇനിയും വരാൻ പോണത് എന്ന് നിശ്ചയില്ലാതെ കണ്ട് അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി ഭഗവാനുണ്ട്, ഉണ്ണികൃഷ്ണനുണ്ട് എന്നുള്ളത് അറിയാതെ കണ്ട് അന്യത്ര പ്രയാതും, മറ്റൊരിടത്ത് പോകാനായിട്ട് മനഃവിധേനു, തീർച്ചയാക്കി. ഭവത് പ്രഭാവ അവിദുരാഹ, അങ്ങയുടെ പ്രഭാവത്തെ അവിദുരന്മാരായിട്ടുള്ള, വിദുരന്മാർ അറിയണവർ, പ്രഭാവ അവിദുരാഹ, അവിദുരന്മാരായിട്ടത് അറിയാത്തതായിട്ടുള്ള ഗോപന്മാർ തരുപ്രപാതാധികം അത്ര ഗോഷ്ഠേ, ഈ അമ്പാടിയിൽ തരുപ്രപാതാധികം, മരം വീണത് തുടങ്ങിയതായ, തുടങ്ങിയതായ
അഹേതും ഉൽപാദഗണം, കാരണമൊന്നും കൂടാതെ കണ്ടുണ്ടായതായ ഉൽപാദഗണത്തെ അനവധി ദുർനിമിത്തങ്ങളാണ് എന്ന് വിശങ്ക്യ ശങ്കിച്ചിട്ട്, ഈ തരുപ്രവാദികമായിട്ടുള്ള ഇതൊക്കെ കാരണം കൂടാതെ കണ്ടുള്ളതായിട്ടുള്ള ചില ദുർനിമിത്തങ്ങളാണ് എന്ന് ശങ്കിച്ചിട്ട്, അന്യത്ര പ്രയാതും, വേറെ എവിടേക്കെങ്കിലും പോവാനായിട്ട് മനഃ വിധേനു, തീർച്ചയാക്കി. അപ്പോൾ എന്താണ് ഉണ്ടായത്? തത്രോപനന്ദാഭിധ ഗോപവര്യോ ജഗൗ ഭവത്പ്രേരണയൈവ നൂനം ഇത പ്രതീച്യം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. തത്ര, ആ അവസരത്തിൽ, തത്ര വെച്ചാൽ അവിടെ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അവിടെ എന്നുള്ള അർത്ഥം ആ അവസരത്തിൽ വേറൊരിടത്ത് പോകാനായിട്ട് തീരുമാനിച്ചു എല്ലാവരും കൂടിയിട്ട്. ആ സന്ദർഭത്തിൽ നന്ദാഭിധ ഗോപവര്യ, നന്ദൻ എന്ന് തത്ര ഉപനന്ദാഭിധ, ഉപനന്ദൻ എന്നു പേരായിട്ടുള്ള ആ ഗോപശ്രേഷ്ഠൻ, ഉപനന്ദൻ എന്ന ആ ഗോപശ്രേഷ്ഠൻ്റെ പേര്, ആ ഉപനന്ദൻ എന്ന ഗോപൻ ജഗൗ പറഞ്ഞു. തത്ര ഉപനന്ദാഭിധ ഗോപവര്യ എന്നാവും പദം മുറിക്കുമ്പോൾ. ജഗൗ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഭവത്പ്രേരണയാ ഏവ നൂനം. നൂനം അത് കവി സങ്കല്പിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ്. ഭവത്പ്രേരണയാ ഏവ, പ്രേരണയാ ഏവ, അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് തീർച്ച എന്ന് കവി അല്ലെങ്കിൽ സങ്കല്പിക്കുകയാണ്. വേറെ ഒരു കാരണം അതിന് ഇവിടെ വൃന്ദാവനത്തിലേക്ക് പോവാം എന്ന് ഉപനന്ദൻ പറയാൻ കാരണം അങ്ങ് തന്നെയാണ് ഇരിക്കും പ്രേരിപ്പിച്ചത് എന്നാണ്. അങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് അവിടേക്ക് പോവാം എന്ന് അങ്ങ് ആ ഉപനന്ദനെ കൊണ്ട് പറയിപ്പിച്ചു എന്നാണ്. തത്ര ഉപനന്ദാഭിധ, അഭിധം ആ പേരോടുകൂടിയ, ഉപനന്ദൻ എന്ന പേരോടുകൂടിയ ഗോപശ്രേഷ്ഠൻ ജഗൗ പറഞ്ഞു. ഭവൽപ്രേരണയാ ഏവ നൂനം, തീർച്ചയായിട്ടും അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ്. എന്താണ് പറഞ്ഞത്? ഇത പ്രതീച്യാം, ഇവിടെ നിന്ന് പ്രതീജിയിൽ, പടിഞ്ഞാറ് ഭാഗം, പ്രാചി കിഴക്ക്, പ്രതീജി പടിഞ്ഞാറ്. ഇത പ്രതീച്യാം, ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മനോജ്ഞം വിപിനം, മനോഹരമായിട്ടുള്ളൊരു കാടുണ്ട്. ഇത പ്രതീച്യാം വിപിനം മനോജ്ഞം, മനോജ്ഞമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വിപിനമുണ്ട്, കാടുണ്ട്. എന്താണ്? വൃന്ദാവനം നാമ വിരാജതി, വൃന്ദാവനം എന്നു പേരായിട്ടുള്ള മനോജ്ഞമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വനം ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉണ്ട്. വിരാജതി, അവിടെ ശോഭിക്കുന്നു. വൃന്ദാവനം നാമ മനോജ്ഞം വിപിനം, വൃന്ദാവനം എന്നു പേരായ മനോഹരമായ ഒരു വിപിനം വിരാജതി, ശോഭിക്കുന്നു. ഇതി എന്ന്, അതാണ് ഉപനന്ദൻ പറഞ്ഞത്. ഇവിടെ നിന്ന് പടിഞ്ഞാട്ട് പോയാൽ അവിടെ വൃന്ദാവനം എന്നുള്ളതായിട്ടുള്ള മനോഹരമായൊരു കാട് ഉണ്ട്. അവിടെ വളരെയധികം മനോഹരമായിട്ടൊരു കാട് അവിടെ ശോഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തത്ര ഉപനന്ദാഭിധ ഗോപവര്യ ജഗൗ പറഞ്ഞു. ഭവത് പ്രേരണയായേവ നൂനമത്, അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് എന്ന് കവി പറയുകയാണ്. ഇത പ്രതീച്യാം, ഇവിടെ എന്താണ് ഉപനന്ദൻ പറഞ്ഞത്? ഇത പ്രതീച്യാം, ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മനോജ്ഞം വിപിനം, മനോജ്ഞമായിട്ടുള്ള ഒരു കാട്, വിപിനം കാട്, വൃന്ദാവനം നാമ, വൃന്ദാവനം എന്നു പേരായ മനോജ്ഞമായ ഒരു കാട്, വിരാജതി ഇതി, ശോഭിക്കുന്നു എന്ന് പറഞ്ഞു. 2 ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. ഭവത് പ്രഭാവ വിദുരാഹി ഗോപാസ്തരുപ്രപാതാധികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോ വിധേനു. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭവൽ പ്രഭാവം അറിയാത്ത ഗോപർ വ്രജേ മരം വീണതുപോലനേകം വിപത്തുകൾ ദുശകുനങ്ങളെന്നായി വിടാൻ തുനഞ്ഞാരുടനാ പ്രദേശം. തത്രോപനന്ദാഭിധ ഗോപവര്യോ ജഗൗ ഭവത്പ്രേരണയൈവ നൂനം ഇത പ്രതീച്യം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വ്രജത്തിലുള്ളോരുപനന്ദനപ്പോൾ ചൊല്ലി ഭവൽ പ്രേരണയൊന്നു മൂലം ഇതിൻ പടിഞ്ഞാറതിരമ്യമാകും കാടുണ്ടു വൃന്ദാവനമെന്നു പേരായി.